12 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ലിബിയ തുടങ്ങി 12 രാജ്യങ്ങൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി മർവ കെ ഷഗീർ ചേരുന്നുണ്ട്. മർവ, എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം? അഞ്ജലി, രാജ്യസുരക്ഷയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് 12 രാജ്യങ്ങളിലുള്ള പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന പൗരന്മാർ രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും ഇത് രാജ്യത്ത് വളരെയധികം കുഴപ്പങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടി ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് വൈറ്റ് ഹൗസ് ഇറക്കിയ പത്രക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തുന്ന ബില്ലിൽ ട്രംപ് ഒപ്പിട്ടു എന്നുള്ള കാര്യം വൈറ്റ് ഹൗസ് പത്രക്കുറിപ്പിലൂടെയാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ലിബിയ, മ്യാൻമാർ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഗിനിയ, ഹെയ്ത്തി, സൊമാലിയ, സുഡാൻ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ബുറുണ്ടി, ക്യൂബ, ലാവോസ്, ലിയോൺ, ടോങ്കോ, തുർക്ക്മെനിസ്ഥാൻ, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളിൽ ഭാഗികമായ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ തന്നെ സർവകലാശാലകളിലും മറ്റും പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി പഠിക്കാൻ അവസരം നൽകരുത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ട്രംപ് പറഞ്ഞിരുന്നതാണ്. ഇവർ ആഭ്യന്തരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് ട്രംപ് കടക്കുന്നത്. മാത്രമല്ല കുടിയേറ്റം തടയും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശക്തമായി തന്നെ ട്രംപ് ഉയർത്തുകയും ചെയ്തു എന്നതാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് പൂർണ്ണ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും മർവ കെ ഷഹീറാണ്.